നമസ്കാരം. നമ്മളെല്ലാവരും സ്കൂളിൽ പോയിട്ടുള്ളവരാണ് അല്ലേ? പക്ഷേ എന്തിനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് എന്നെപ്പോഴെങ്കിലും ശരിക്കുമൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ആ ചോദ്യത്തിന്റെ ഉത്തരം തേടി ഒരു യാത്ര പോവുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തിലൂടെ ഒരു ആഴത്തിലുള്ള യാത്ര. അതെ, ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. എന്തിനാണ് സ്കൂൾ? കണക്കും സയൻസും ചരിത്രവുമൊക്കെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ സ്വയം ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ നമ്മൾക്ക് കാലത്തിലൂടെ ഒരുപാട് പിന്നോട്ട് സഞ്ചരിക്കേണ്ടി വരും. വിദ്യാഭ്യാസത്തിന്റെ തുടക്കം എവിടെയും എങ്ങനെയും ആയിരുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പണ്ട്, അതായത് മനുഷ്യന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസമെന്ന് പറഞ്ഞാൽ അത് അതിജീവനമായിരുന്നു. വളരെ സിമ്പിൾ. ഒരച്ഛൻ മകനെ എങ്ങനെ വേട്ടയാടണമെന്ന് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അമ്മ മകളെ ഏത് ചെടികൾ ഭക്ഷ്യയോഗ്യമാണെന്ന് പഠിപ്പിക്കുന്നു. അത്രയുള്ളൂ. ജീവൻ നിലനിർത്താനുള്ള കഴിവുകൾ ഒരു തലമുറയിൽ നിന്ന് അടുത്തതിലേക്ക് കൈമാറുക. പക്ഷെ ഇന്നങ്ങനെയല്ലല്ലോ. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വളരെ വലുതും സങ്കീർണവുമാണ്. അപ്പോൾ ഈയൊരു വലിയ മാറ്റം എങ്ങനെയാണ് സംഭവിച്ചത്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. നമ്മൾ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന്റെ തുടക്കത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതിനെപ്പോഴും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം ഒന്നുകിൽ ദൈവത്തെ സേവിക്കുക എന്നതായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രത്തെ സേവിക്കുക എന്നതായിരിക്കാം. ഓരോ സംസ്കാരവും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്ന് നോക്കുന്നത് തന്നെ രസകരമായ കാര്യമാണ്. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. ഓരോ സംസ്കാരവും തങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാഭ്യാസത്തെ എങ്ങനെ ഉപയോഗിച്ചു എന്നതിൽ വ്യക്തമാണ്. വൈദിക ഇന്ത്യയിൽ ആത്മീയമായ മോക്ഷം നേടുന്നതിനായിരുന്നു പ്രാധാന്യം. എന്നാൽ പുരാതന ഈജിപ്തിലോ? അവിടെ ഭരണകൂടത്തിനു വേണ്ട എഴുത്തുകാരെയും പുരോഹിതരെയും പരിശീലിപ്പിക്കലായിരുന്നു മുഖ്യ ലക്ഷ്യം. ഇനി പുരാതന ഗ്രീസിലേക്ക് വന്നാലോ? അവിടെ സ്പാർട്ടയും ഏതൻസും തിരഞ്ഞെടുത്തത് രണ്ട് ധ്രുവങ്ങളുള്ള വഴികളായിരുന്നു. വിദ്യാഭ്യാസം എന്നത് ഒരു ലക്ഷ്യത്തിലേക്കുള്ള പല വഴികളാണെന്ന് ഇത് കാണിച്ചു തരുന്നു. ഈ രണ്ട് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ഗംഭീരമാണ്. സ്പാർട്ടയിൽ ഒരു കുട്ടി ജനിച്ചാൽ അവനെ അല്ലെങ്കിൽ അവളെ ലോകത്തിലേറ്റവും മികച്ചൊരു യോദ്ധാവാക്കി മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം. കഠിനമായ സൈനിക പരിശീലനം, അച്ചടക്കം എല്ലാം അതിനുവേണ്ടിയായിരുന്നു. എന്നാൽ ഏതൻസിൽ അങ്ങനെയില്ല. അവിടെ സംഗീതം, തത്വശാസ്ത്രം, പ്രസംഗകല ഇതെല്ലാം പഠിപ്പിച്ച് ഒരു വ്യക്തിയെ സമൂഹത്തിന് മുതൽക്കൂട്ടാവുന്ന ഒരു സമ്പൂർണ്ണ പൗരനാക്കി മാറ്റാനാണ് അവർ ശ്രമിച്ചത്. ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അവിടുത്തെ ക്ലാസ് റൂമുകളെ എങ്ങനെ മാറ്റുന്നു എന്നതിന് ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയില്ല. അപ്പോ പുരാതന കാലത്ത് നിന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ വിദ്യാഭ്യാസത്തെ അടിമുടി മാറ്റിമറിച്ച രണ്ട് വലിയ ശക്തികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് മതം, രണ്ട് വ്യവസായം. ഈ ഘടകങ്ങൾ എങ്ങനെയാണ് പഠനരീതികളെ മൊത്തത്തിൽ സ്വാധീനിച്ചത് എന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. മധ്യകാലഘട്ടത്തിൽ അറിവെന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ ഒതുങ്ങിയിരുന്നു. യൂറോപ്പിൽ കത്തോലിക്ക സന്യാസിമഠങ്ങൾ അറിവിന്റെ സൂക്ഷിപ്പുകാരായി. അതേസമയം ഇസ്ലാമിക ലോകത്ത് ബാഗ്ദാദിലെ ഹൗസ് ഓഫ് വിസ്ഡം പോലെയുള്ള സ്ഥലങ്ങൾ പുരാതന ഗ്രീക്ക്, ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല, ഗണിതം, വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ആധുനിക വിദ്യാഭ്യാസത്തെ ഏറ്റവും ശക്തമായി സ്വാധീനിച്ചത് മറ്റൊന്നായിരുന്നു: വ്യാവസായിക വിപ്ലവം. ഫാക്ടറികളുടെ കൂറ്റൻ പുകക്കുഴലുകൾ ഉയർന്നതോടെ അതുവരെ ലോകം കണ്ടിരുന്ന സാമൂഹിക രീതികളും വിദ്യാഭ്യാസ രീതികളുമെല്ലാം മാറിമറയാൻ തുടങ്ങി. കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്കുള്ള ഈ മാറ്റം വിദ്യാഭ്യാസത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇവിടെയാണ് ശരിക്കും രസകരമായ കാര്യം. ഇന്ന് നമ്മൾ കാണുന്ന ഈ സ്കൂൾ സമ്പ്രദായം, അതായത് ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിൽ കയറുന്നത്, നിരനിരയായി ഇരിക്കുന്നത്, ടീച്ചർ പറയുന്നത് കേൾക്കുന്നത്, ഇതിന്റെയെല്ലാം അടിസ്ഥാനം രൂപപ്പെട്ടത് വ്യവസായശാലകളുടെ ആവശ്യങ്ങളിൽ നിന്നായിരുന്നു. ഫാക്ടറികൾക്കെന്തു വേണം? കൃത്യസമയത്ത് ജോലിക്ക് വരുന്ന, മേലുദ്യോഗസ്ഥരെ അനുസരിക്കുന്ന, ഒരേ ജോലി മണിക്കൂറുകളോളം മടുപ്പില്ലാതെ ചെയ്യുന്ന തൊഴിലാളികളെ വേണം. ഈ ഗുണങ്ങൾ ചെറുപ്പത്തിലെ പരിശീലിപ്പിക്കാനുള്ളൊരിടമായി സ്കൂളുകൾ മാറി. അങ്ങനെ വിദ്യാഭ്യാസം ഒരു പുതിയ രൂപം കൈവരിച്ചു. അപ്പോ ഈ പുതിയ ഫാക്ടറി മോഡൽ വിദ്യാഭ്യാസം ബ്രിട്ടീഷ് കോളനിയായിരുന്ന ഇന്ത്യയിൽ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെട്ടത്? ഇത് നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു അധ്യായമാണ്. ഇന്ത്യയുടെ ഭാവിയെ തന്നെ രൂപപ്പെടുത്തിയൊരു തീരുമാനം. വർഷം 1835. ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും വിവാദപരമായ ഒരു നിമിഷത്തിന് അരങ്ങൊരുങ്ങുന്നു. ഇന്ത്യയിൽ എങ്ങനെയുള്ള വിദ്യാഭ്യാസം നൽകണം എന്നതിനെക്കുറിച്ച് ബ്രിട്ടീഷ് ഭരണകൂടം ഒരു തീരുമാനമെടുക്കാൻ പോകുകയാണ്. ആ തീരുമാനം ഇന്ത്യയുടെ സാമൂഹിക, സാംസ്കാരിക ജീവിതത്തിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുകയായിരുന്നു. തോമസ് മെക്കാളയുടെ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. കൊളോണിയൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം ഇതിൽ കൂടുതൽ വ്യക്തമാക്കാനില്ല. അതായത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനും സാധാരണക്കാരായ ഇന്ത്യക്കാർക്കും ഇടയിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കുക. അവർ കാഴ്ചയിൽ ഇന്ത്യക്കാരായിരിക്കും, പക്ഷേ അവരുടെ ചിന്തയും സംസ്കാരവും അഭിപ്രായങ്ങളുമെല്ലാം ഇംഗ്ലീഷുകാരുടേതായിരിക്കും. മെക്കാളയുടെ ആ വാക്കുകൾ വെറും വാക്കുകളായിരുന്നില്ല,
അത് ഇന്ത്യയുടെ സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി. ഇംഗ്ലീഷ് ഭാഷ പഠിച്ചവർക്ക് ഉയർന്ന ജോലികൾ കിട്ടി. അത് സമൂഹത്തിൽ ഒരു പുതിയ വർഗത്തെ തന്നെ സൃഷ്ടിച്ചു. അതിന്റെ അലയൊലികൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ പ്രകടമാണ്. ഇത് ഇന്ത്യയുടെ പരമ്പരാഗത പഠന രീതികൾ പിന്നോട്ട് തള്ളി ഒരു പുതിയ വിദ്യാഭ്യാസ സംസ്കാരത്തിന് തുടക്കമിട്ടു. അങ്ങനെ കൊളോണിയൽ കാലഘട്ടം കഴിഞ്ഞു. ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി. അതിനുശേഷം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് മാറിയത്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. നമുക്ക് ആധുനിക കാലഘട്ടത്തിലേക്ക് കടക്കാം. 1947 ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ രാജ്യത്തെ നിരക്ഷരതാ നിരക്ക് 83%. ഒന്നാലോചിച്ചു നോക്കൂ, ഇത് ഞെട്ടിക്കുന്നൊരു കണക്കാണ്. രാജ്യത്തെ ജനസംഖ്യയിൽ 10-8 പേർക്കും എഴുതാനോ വായിക്കാനോ അറിയില്ലായിരുന്നു. ഒരു പുതിയ ജനാധിപത്യ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ ഇതിലും വലിയ എന്ത് വെല്ലുവിളിയാണു അത്? ഈ ടൈം ലൈൻ നോക്കൂ. കാര്യങ്ങൾ എത്ര വേഗമാണ് മാറിയതെന്ന് കാണാം. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ ലക്ഷ്യം രാഷ്ട്രനിർമ്മാണവും നല്ല പൗരന്മാരെ വാർത്തെടുക്കലുമായിരുന്നു. എന്നാൽ 80കളോടെ ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ഭാഗമാകുമ്പോൾ അതിനനുസരിച്ചുള്ള തൊഴിലാളികളെ പരിശീലിപ്പിക്കലായി ലക്ഷ്യം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡിജിറ്റൽ ലോകത്തിനാവശ്യമായ കഴിവുകളെക്കുറിച്ചാണ്. അതായത് വിദ്യാഭ്യാസത്തിന്റെ എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഓരോ കാലത്തും മാറിക്കൊണ്ടേയിരിക്കും. പണ്ടത്തെ പോലെ പുസ്തകത്തിലുള്ളത് അതേപടി കാണാപ്പാഠം പഠിക്കുന്നതിലല്ല ഇപ്പോൾ കാര്യം. കാര്യങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു. ഇന്ന് ഏറ്റവും പ്രധാനം ചിന്തിക്കാനുള്ള കഴിവാണ്. അതായത് ക്രിട്ടിക്കൽ തിങ്കിങ്. സങ്കീർണമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്, ഒറ്റയ്ക്കല്ലാതെ മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ്, പിന്നെ തീർച്ചയായും ഡിജിറ്റൽ ലോകത്ത് ജീവിക്കാനുള്ള അറിവും. ഇതെല്ലാമാണ് ഇന്ന് പ്രധാനം. ലോകം മുഴുവൻ ഈ പുതിയ വെല്ലുവിളികളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നറിയാൻ നമുക്ക് ഫിൻലൻഡിലേക്കും ജപ്പാനിലേക്കൊന്ന് നോക്കാം. രണ്ടും വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലുള്ള രാജ്യങ്ങളാണ്. പക്ഷെ അവരുടെ വഴികൾ വളരെ വ്യത്യസ്തമാണ്. ഫിൻലൻഡ് ഉയർന്ന നിലവാരമുള്ള അധ്യാപകരിലും കളികളിലൂടെയുള്ള പഠനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ജപ്പാൻ സാമൂഹികമായ ഒത്തൊരുമയ്ക്കും അച്ചടക്കത്തിനുമാണ് ഊന്നൽ നൽകുന്നത്. അവിടെ കുട്ടികൾ സ്വന്തം ക്ലാസ് റൂമുകൾ വൃത്തിയാക്കുന്നു. ഓരോ രാജ്യവും അവരുടെ സംസ്കാരത്തിനും ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് വിദ്യാഭ്യാസ രീതികൾ ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണിത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതെന്ന് ഒരു കാര്യം വ്യക്തമാണ്. വിദ്യാഭ്യാസം എന്നത് ഒരിടത്ത് കെട്ടിനിൽക്കുന്ന ഒന്നല്ല. അത് സമൂഹം മാറുന്നതിനനുസരിച്ച് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അങ്ങനെയെങ്കിൽ പഠനത്തിന്റെ ഭാവി എന്തായിരിക്കും? ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ കണ്ട ഈ ചരിത്രപരമായ യാത്ര ഒരൊറ്റ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. വിദ്യാഭ്യാസം എപ്പോഴും അതത് കാലത്തെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപകരണമായിരുന്നു. വേട്ടക്കാരെ പരിശീലിപ്പിച്ച കാലം മുതൽ പുരോഹിതരെയും യോദ്ധാക്കളെയും ഫാക്ടറി തൊഴിലാളികളെയും ഇന്നത്തെ പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്ന ചിന്തകരെയും രൂപപ്പെടുത്തുന്നതുവരെ വിദ്യാഭ്യാസം എപ്പോഴും സമൂഹത്തോടൊപ്പം വികസിച്ചു. അപ്പോൾ എൻ്റെ അവസാനത്തെ ചോദ്യം ഇതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഓട്ടോമേഷനും നമ്മുടെ ജോലികൾ ഏറ്റെടുക്കുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അങ്ങനെയുള്ളൊരു ലോകത്ത് നാളത്തെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഭാവിയുടെ ക്ലാസ് റൂമുകൾ നമ്മുടെ കുട്ടികളെ എന്തിനു വേണ്ടിയായിരിക്കും തയ്യാറാക്കേണ്ടത്? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കണ്ടെത്തേണ്ട ഒന്നാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്തുന്നു. നന്ദി.